തുഷാരനെ, ഒരുവൻ നിന്നെ ദ്രോഹിച്ചാൽ അവനോട് 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിക്കണമെന്നാണ്. അയ്യോ അയ്യോ, എന്നെ ബൈക്കിടിച്ചിട്ട് പോകുന്നേ എടാ കാലമാടാ. ഈ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. ഈ പോക്ക് നരകത്തിലേ പോകൂടാ. എന്താ പറ്റിയേ? ഒരു ബൈക്ക് ഇടിച്ചതാ. ഓ, ശിവൻകുട്ടിയുടെ വണ്ടി ആയിരിക്കും. ഉപദേശി പേടിക്കണ്ട, ആസ്പത്രി ചെലവൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നേരെ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാൽ അവനിവിടെ പോയി മിസ്സായി. നിക്കടാ. എടാ പറയുന്നത് കേക്ക്. എടാ നിക്കാൻ. എടാ ഒരു കാര്യം പറഞ്ഞ നിർത്തി ശിവൻകുട്ടി. വണ്ടി നിർത്തി തിരിച്ചു പോടാ. ശിവൻകുട്ടി നിർത്തടാ, പതുക്കെ പോടാ. ഇത് പെട്ടെന്ന് പൊട്ടു. ആന ചവിട്ടിയാലും പൊട്ടില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ആന ചവിട്ടിയാലും പൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് പൊട്ടി. അതെ ചേട്ടാ, ആ ബൈക്ക് ഇതിലല്ലേ പോയത്? ദേ ഈ അഡ്രസ്സിൽ വന്നാ മതി, കാശ് തരാട്ടാ. വണ്ടി വിട്, വണ്ടി പോട്ടെ. എടാ പതുക്കെ പോടാ ശിവൻകുട്ടി. തിരിക്കണ വണ്ടി. ശിവൻകുട്ടി എന്തിനാ ഈ കാട്ടിലോട്ട് വന്നത്? ചിലപ്പോ വെളിക്കിറങ്ങാനായിരിക്കും. നോക്കി വാ പന്നി. ഇത് നമ്മുടെ തെക്കക്കര ജാനു അല്ലേ? തെക്കേക്കര ജാനുവാ? ആ സെറ്റപ്പ്. ഇവളുടെ കുളിസിയും കാണാനാണ് ഇവ ഇത്ര സ്പീഡിൽ ഓടി വന്നത്. അയ്യോ അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ. അയ്യോ ഓടി വായേ. അയ്യോ എനിക്ക് വയ്യേ, എന്റെ നടു ഒടിഞ്ഞേ. ബഹളം വെക്കല്ലേ, അറിയാതെ ഇടിച്ചതല്ലേ. എനിക്കിനി ജോലിക്ക് പോകാൻ ഒക്കത്തില്ലേ? പിന്നെ ഇവക്ക് കോപ്പറേറ്റീവ് ബാങ്കിലല്ലേ ജോലി. അയ്യോ ദേ, മര്യാദക്ക് എനിക്ക് ചികിത്സക്കുള്ള പൈസ തന്നില്ലെങ്കിൽ വിവരം അറിയും. എത്ര രൂപയാണ് വേണ്ടത്? ഒരു 500 അല്ല ഒരു 5000 വേഗം എടുക്ക്, വേഗം. 5000 രൂപ? അതെ. നീ ഇവന്റെ വീട്ടിലേക്ക് വന്നേക്ക്, 10000 രൂപ വന്നേക്ക്. നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇതുവരെ ആർക്കും ഇല്ലാത്തതാണല്ലോ ഇത്. എന്ത് 10000 രൂപ? അല്ല, ഭ്രാന്ത്. എടാ നിനക്ക് 50 ലക്ഷം രൂപയും ഒരു മാരുതിക്കാരൻ ലോട്ടറി അടിച്ചാലേ ചിറ്റപ്പന് ഭ്രാന്ത് വരാതിരിക്കോടാ. ലോട്ടറി അടിച്ചെന്നാ? അതെ, ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചെന്ന് സുശീലൻ പറയുന്നത് ഞാൻ കേട്ടതാ. നീ ടിക്കറ്റ് എവിടെ വെച്ചിരിക്കണേ? ഞാൻ വീട്ടില് അലമാരക്കകത്താ. ഈ പടം അവര് കണ്ടില്ല. ഞാനിത് എവിടെ കൊണ്ട് വെച്ചത്? നീ ഒന്ന് സമാധാനമായിട്ട് നോക്ക്, അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇനിയിപ്പോ നീ ചിറ്റപ്പന്റെ വീട്ടിൽ എങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, ഞാൻ അവിടെ ഒന്നും അല്ല വെച്ചത്. കേട്ടോ ഏട്ടത്തിയമ്മേ, ഈ കുട്ടികളുടെ പ്രായത്തില് പട്ടര കുളത്തിൽ കുളിക്കാൻ പോകുമ്പോ ഏട്ടൻ എന്നെയും കൊണ്ട് പോകും. കുടം കമിഴ്ത്തി വെച്ച് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നീന്തിയായിരുന്നു. പെട്ടെന്ന് എന്റെ കൈ കുടത്തിന്ന് ഒന്ന് തെറ്റി. ഞാൻ മുങ്ങാൻ പോയപ്പോ ചേട്ടൻ നീന്തി വന്ന് ഒറ്റ കയ്യിൽ എന്നെ പൊക്കിയെടുത്ത് കടവി കൊണ്ടിരുത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നാം. അതൊക്കെ ഓർത്തപ്പോ അമ്പലത്തിൽ പോണ വഴിക്ക് ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നീ അമ്പലത്തിലൊക്കെ പോവോ? ഷാപ്പിലേക്ക് പോണ വഴിക്ക് അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. ഈ പട്ടര കുളം പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്താ? പടിഞ്ഞാറ് ഭാഗത്താണോ കിഴക്ക് ഭാഗത്താണോ എന്ന് ചാരസേരമ കിടക്കണ ആളോട് ചോദിക്കും. ഡാ എവിടുന്ന് കിട്ടിയേ? അയ്യോ, നിന്റെ ഈ വൃത്തിയേറ്റ കയ്യില് ഇത്രയും ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, അഹങ്കാരം പാടില്ല, എളിമ വേണം. എളിമ എത്രയും നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നുവോ അത്രയും നല്ലത്. അതെ, ലോട്ടറി സുശീലൻ വന്നല്ലോ. അങ്ങോട്ട് വരാൻ പറയൂ. വരണം. ഇങ്ങനെ ഇത് ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയിട്ട് എത്രയാന്ന് വെച്ചാൽ നിന്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി ഇങ്ങ് കൊണ്ടുവരണം. പെട്ടെന്ന് 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 പോ. കമ്മീഷൻ ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചതിന്റെ കമ്മീഷൻ. ആഹാ, അത് ശരി. ലോട്ടറി അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, ബാർബറ ശിവൻകുട്ടിക്ക. എനിക്ക് തീരെ വയ്യ. താനല്ലോട് പറഞ്ഞത് ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു? ഞാൻ ശിവൻകുട്ടിന്ന് മാത്രമേ കേട്ടുള്ളൂ. അടിച്ച് നിന്റെ പല്ലിയാങ്ങളെയും. അതിന് ഇയാളുടെ വായി പല്ലുവല്ലോ വേണ്ട. നീ എന്തിനാ കുനിഞ്ഞു നിൽക്കണേ? നീ അങ്ങനെ നിന്നൂടെ? അളിയന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആ തെക്കേക്കര ജാനുവിന് എത്ര രൂപ പറഞ്ഞു? 10000 രൂപ കൊടുക്കാന്ന് ചിറ്റപ്പനറ്റി പറഞ്ഞത്. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ ചോദിച്ചു. മോനെ ശിവൻകുട്ടി,
ഓ നിന്റെ അമ്മാവനല്ലേ ഇത്? എന്റെ നള്ളി കണ്ടിട്ട് എത്ര കാലമായി. നീ പറയാറില്ലേ കൊല? എടാ ആ കൊല കൊണ്ട് അകത്ത് വെക്കടാ. നിനക്ക് ഇഷ്ടല്ലേ പാലക്കാടൻ മട്ട? അതുകൊണ്ട് 25 കിലോ. മോനെ ശിവൻകുട്ടി, ഈ കൊല രാസോള ഇട്ടതല്ല, ചാണകവും ചാരവും ഇട്ടതാ. തേനിന്റെ ടേസ്റ്റാ. ഏത് ചാണത്തിനാ? അല്ലടോ, കൊലക്ക്. ആ. പിന്നെ നീ ചെറുപ്പത്തിലേ പറയാറില്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി അമ്മാവൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിടിയടാ. വേറെ നീങ്ങളുന്നുണ്ടോ? ഉണ്ടോ, തനിക്കാൻ വെച്ചിട്ടുണ്ട്. മോനെ ശിവൻകുട്ടി, ദേഷ്യം വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്തിനാ ഞാനിങ്ങ് ഓടി എത്തിയെന്ന് അറിയാമോ? എടാ മോനെ, നിനക്കൊരു നല്ല കാലം വരുമ്പോ അമ്മാവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അവരിനി പറയില്ല, ചെയ്യേ ഉള്ളൂ. ഓ, എടാ സുശീല, നീ ഇങ്ങ് വന്നേ. എത്രയാടാ അടിച്ചത്? 50 ലക്ഷം മാരുതി കാറും. ഓ എടാ, അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, പിന്നെ ബാർബറ ശിവൻകുട്ടിക്കാണ്. ഏ? ആ ഓ, അവന് കപ്പലണ്ടി മുട്ടായി ഇഷ്ടാണ് പോലും. എടാ ഇങ്ങനെ ആ അരി കൊല ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. വേർത്തോണ്ട് വിടവും. ഡാ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. അവന്റെ ഒരു 50 ലക്ഷം മാരുതിക്കാറും അവന്റെ ഒക്കെ വിചാരം ഞാനിത് കണ്ടിട്ട് ഓടി വന്നതാന്നാ. കേശവ, നിനക്ക് അവനോടൊന്ന് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ? എന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. അയ്യോ, എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. ഓ, ഏ ഏ? എന്റെ ഈശ്വര, ഇവരെ ഇനി എങ്ങനെ ഒഴിവാക്ക? എങ്ങനെയെന്ന് വെച്ചാൽ ചിറ്റപ്പൻ തന്നെ തീരുമാനിച്ച പുലിവാല ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്റെ കൂടെ വാ. ദാസപ്പ, എന്താ സുരേഷേട്ടാ? ഞാൻ നിന്നെ ഫോണിലൂടെ 1-2 തെറികൾ വിളിച്ചിരുന്നു. അതൊന്നും സാരമില്ല. പിന്നെ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചു. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. അത് നന്നായി. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറഞ്ഞു. എന്റെ ഇവന്മാരുടെ മുഴുവൻ തുക പലിശ സഹിതം തന്നോളാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യും, അതും കൂടി നീ മറന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇയാളെന്താ പമ്മി പോണത്? മിണ്ടാതെ വാ, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. വാ. ഇതെന്താണ് ബോസേ, തീവണ്ടി കളിയാ? അത് നമ്മ സിനിമാക്കാരാണെന്ന് പറഞ്ഞോണ്ടായി. ബോസേ, ഇവിടെ AC ഉണ്ടാവുന്ന തോന്നലട്ടാ. യെസ്, വെരി പൂർ ഹൗസിംഗ്. പൈൻ്റെ പൈൻ്റെ ഐ, ഇയാളെങ്ങനെ ഓടണത്? പൈൻ്റ് എടുക്കാൻ പോയിരിക്കും. ആണോ? ഒരു പൈൻ്റ് കൊണ്ട് എന്താവാനാ? പാവ ഹൗസ് ഓണർ. ആ, ദാസപ്പൻ ഇവിടെ വന്ന് നിക്ക. ഞാൻ മുന്നിൽ വന്ന് നോക്കി, അപ്പൊ കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് നോക്കിയത്. ആ, ഇനി മുന്നിലേക്ക് ഓടരുത്. അതെ, ഇപ്പൊ നിനക്ക് സുഖല്ലേ? ആ അടവൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല പൈൻ്റെ. ഇവിടെ അടയും പുട്ടൊന്നുമില്ല എന്റെ ചങ്ങാതി. കാലത്ത് ഇത്തിരി ഉപ്പുമാവ ഉണ്ടാക്കിയത്. ആ ടായെന്നല്ല ഞാൻ പറഞ്ഞത്. ആ, നിങ്ങളുടെ അടവ് എന്റെ അടുത്ത് ചെലവാകില്ലെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളൂ. എന്തുവല്ലോ പറഞ്ഞോ? ഏയ്, ആ, ഏതായാലും നിങ്ങൾ തരാനുള്ള പലിശ കുറച്ച് എന്റെ കിട്ടിയിട്ടുണ്ട്. ഏ? ആ അവര് വരുന്നുണ്ട്. ആക്ഷൻ. ഇതേതാ ഈ പിശാചുക്കള്? കണ്ട കഞ്ഞിട്ടില്ല. ഐ ആം ഡയറക്ടർ PKR. ഐ ആം അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രൂണോ. ഈ ഒരാളെ തന്നെ ആദ്യം ഞാൻ മനസ്സിലാക്കട്ടെ, അതിനുശേഷം നിനക്ക് ഞാൻ കാണിക്കാം. അത് കറക്റ്റ്. ആ ഇവരെ ഈ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കും. ഈ വീട്ടില ആ അതിന്റെ വാടകയാണ് ഞാൻ വാങ്ങി പലിശ കൂട്ടിയത്. ഞങ്ങളോട് താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ തോന്നുമ്പോ പുറത്ത് കയറാണ്ടിരുന്നാ മതി അല്ലേ? താൻ പോയി വാതിൽ തുറക്കണോ? പിന്നിലത്തെ വാതിൽ തുറന്നിട്ടുണ്ട്. പിന്നിലത്തെ അല്ല മുമ്പിലത്തെ. എന്തൊരു കഷ്ടം അത്. ഈ വീടിന് ഞങ്ങൾ തന്ന വാടക കുറച്ച് കൂടുതലാണെങ്കിലും രൂപ ഞങ്ങൾക്കൊരു വിഷയമല്ല. അതെന്താ, കയ്യിൽ കാശൊന്നുമില്ല? അതല്ല, പണം വരും പോകും. ഓ, നിങ്ങൾക്കറിയോ, സൗദിയിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ആളാ. അതൊക്കെ എന്താ കാലം. ചിരിച്ചാലും തന്നെ ആയിക്കോട്ടെ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന് 35,000 രൂപ ശമ്പള. വെറുതെ അല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ സിമന്റ് ചാക്ക് ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഹോളോ ബ്രിക്സ് ഉണ്ടാവും. അപ്പൊ അതാണ് പണിയില്ലേ? ഇവിടെ TV ഒന്നും ഇല്ലല്ലേ? ഞാൻ താമസിക്കുന്നിടത്ത് ചുരുങ്ങിയത് 15 TV എങ്കിലും കാണും. 15 TV ഒരു വീട്ടിലാ? വീട്ടിലല്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണോ താമസിക്കുന്നത്, അവിടെ. അത് പിന്നെ എന്റെ പല തിരക്കഥകളും രൂപപ്പെട്ടത് റെയിൽവേ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണല്ലോ. എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈശ്വര. എനിക്ക് എന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക്. അത് കറക്റ്റ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വേറൊരാളും കൂടി ഉണ്ടാവും. ശിവൻകുട്ടി ഈ സാർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? അതൊന്നും സാരമല്ലടോ. അതെ, വീട് ഇഷ്ടപ്പെട്ടില്ലേ സാർമാർക്ക്? സോറി ബ്രദർ, ഇതെന്ത് വീടാണ്? ഇവിടെ AC ഉണ്ടോ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ TV ഉണ്ടോ? എന്തിനും നല്ലൊരു കക്കൂസ് ഉണ്ടോ? തലയിലുള്ളതും പോയി. നോ 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 നോ.
ഇത്തരം വൃത്തികെട്ട സ്ഥലത്തിരുന്ന് കഥ എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്ന അഡ്വാൻസ് തുക വാപസ്കരം എഴുതിലാവോ? എന്നാലും ഒരെന്നാലും ബോസ് പറഞ്ഞിട്ടില്ലേ ക്യാഷ് ഇട് ക്യാഷ് ഇട്. ദാസപ്പന്റെ കയ്യിലായി ചിറ്റപ്പൻ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഊരാ. ശിവൻകുട്ടി വന്നല്ലോ. ശിവൻകുട്ടി ഒരു മിനിറ്റ് ഇതാ വരുന്നു. ഇവിടെ താമസിക്കുന്നവനാ, പാവാ. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എന്തേലും കുഴപ്പമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ താമസിച്ച് ഇവൻ ഇവിടെ നിന്ന് പൊക്കണം. നീ ആ പൈസ എന്തൊരു നിഷ്കളങ്കൻ. ഒരു തമാശ പറഞ്ഞപ്പോഴും അങ്ങോട്ട് വിശ്വസിച്ചു. ഇത്ര നല്ല സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? അതെ കഥ എഴുതാൻ പറ്റിയ സ്ഥലം. ആയിക്കോട്ടെ ദൈവമേ. അതെ, ഞാൻ അവന്മാരെ പറഞ്ഞു സമ്മതിപ്പിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓപ്പറേഷന്റെ 2ാം ഘട്ടവും സക്സസ്. ദൈവം എത്ര ഭയങ്കരനാ. എനിക്ക് ഹാപ്പി ആയിട്ട് പാടില്ല. എനിക്കും ഓവറാക്കല്ലോ. വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽമ. ആര് പറ്റിച്ച്? നിന്റെ ഫാദർ സാന്ദർഭികമായിട്ടൊരു പഴഞ്ചൊല്ലി പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കഴുത. അയ്യോ, ഇന്നു മുതൽ നമ്മുടെ 4 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. യെസ് ബോസ്.